Dear students, our next theorem is for every odd prime p, we have a general symbol 2 by p equal to minus 1 raised to p square minus 1 by 8, which is equal to 1 if p congruent to plus or minus 1 mod p and minus 1 if p congruent to plus or minus 3 mod p. നമ്മൾ ഓൾറെഡി സിമിലർ ടൈപ്പിലുള്ള ഒരെണ്ണം പ്രൂവ് ചെയ്തതാണ് -1/pയുടെ കേസിൽ. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 2/pയുടെ ലെജൻഡർ സിമ്പലിൻ്റെ വാല്യൂസ് എപ്പോഴാണ് 1ഉം -1ഉം വരിക. നമുക്കറിയാം ഇതിന് ആകെ 3 പോസിബിലിറ്റീസേ ഉള്ളൂ, 0, 1, -1. അപ്പോൾ 0 വരുന്ന എപ്പോഴാണ് ആ n ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് p ആകുമ്പോൾ. ഇവിടെ 2 എന്ന് പറയുന്നത് ഓഡ് പ്രൈമിൻ്റെ മൾട്ടിപ്പിൾ ആവത്തില്ല, അപ്പോൾ എന്തായാലും 0 എന്നുള്ള പോസിബിലിറ്റി ഇല്ല. പിന്നെ +or-1ൻ്റെ പോസിബിലിറ്റീസേ ഉള്ളൂ. അതെപ്പോഴാണ് വരിക, എപ്പോഴാണ് 1 ആവുക, എപ്പോഴാണ് -1 ആവുക എന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ p-1/2 കോൺഗ്രുവൻസസ് കൺസിഡർ ചെയ്യാൻ പോവാണ്. കൺസിഡർ ദി ഫോളോയിങ് p-1/2 കോൺഗ്രുവൻസസ്. അപ്പോൾ ഫസ്റ്റ് വൺ p-1ൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. p-1 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 mod p ആണല്ലോ, ശരിയല്ലേ? കാരണം p എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് p ആണ്. അപ്പോൾ p-1 എന്ന് പറഞ്ഞാൽ അത് പിയുടെ മൾട്ടിപ്പിളിൻ്റെ കൂടെ -1 സബ്ട്രാക്ട് ചെയ്യുന്നതല്ലേ. സോ p-1 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 mod p എന്ന് നമുക്ക് പറയാം. ഓക്കെ, p കോൺഗ്രുവൻറ്റ് ടു ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്, p കോൺഗ്രുവൻറ്റ് ടു 0 mod p. അപ്പം നമ്മൾ p-1 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും 0 -1, അങ്ങനെ ഇവിടെ -1 വരും. ഓക്കെ, അപ്പോൾ -1 mod p, അതാണ് നമ്മൾ എഴുതിയേക്കുന്ന ഫസ്റ്റ് ഇക്വേഷൻ. p-1 കോൺഗ്രുവൻറ്റ് ടു -1 mod p. നോക്കൂ, നമ്മുടെ ഫസ്റ്റ് കോൺഗ്രുവൻസ് റിലേഷൻ p-1 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 mod p. ഈ -1നെ നമുക്ക് 1 × -1 എന്ന് എഴുതാമല്ലോ, മാറ്റമൊന്നും ഇല്ലല്ലോ. അടുത്തത് നമുക്കറിയാം റിഫ്ലക്സീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് നമ്പറും അതിനോട് തന്നെ കോൺഗ്രുവൻ്റ് ആണ്. അപ്പോൾ 2 ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 mod p. ഈ 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 2നെ നമുക്ക് 2 × -1 സ്ക്വയർ എന്ന് എഴുതാം. കാരണം -1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയല്ലേ, അപ്പോൾ 2 × 1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. അപ്പോൾ 2നെ നമുക്ക് -1 സ്ക്വയർ mod p എന്ന് എഴുതാം. അടുത്തത് മൂന്നാമത്തത്, നേരത്തെ നമ്മൾ ഒന്നാമത്തെ എഴുതിയില്ലേ, അതുപോലെ തന്നെ p-3 ഈസ് കോൺഗ്രുവൻറ്റ് ടു -3 mod p, ശരിയല്ലേ? p കോൺഗ്രുവൻറ്റ് ടു 0 mod p ആണ്. അപ്പോൾ രണ്ടിടത്ത് നമ്മൾ -3 ആഡ് ചെയ്യുമ്പം p-3 ഈസ് കോൺഗ്രുവൻറ്റ് ടു -3 mod p എന്ന് കിട്ടും. ഇനി ഈ -3യെ നമുക്ക് 3 × -1 എന്ന് എഴുതാം. അതായത് 3 × -1 ക്യൂബ്. -1 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് -1 തന്നെയല്ലേ. അപ്പം -3യെ നമുക്ക് 3 × -1 ക്യൂബ് mod p എന്ന് എഴുതാം. അടുത്തത് എങ്ങനെ എഴുതണം? 4 കോൺഗ്രുവൻറ്റ് ടു 4 mod p. അതായത് 4നെ നമുക്ക് 4 × -1 raised to 4 എന്ന് എഴുതാം. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലായോ? ഈവൻ നമ്പർ വരുന്ന സ്ഥലത്ത് അത് തന്നെ എഴുതുക. അതായത് 2, 4, 6, 8 അങ്ങനെ ഈവൻ നമ്പർ വരുന്ന സ്ഥലത്ത് അത് തന്നെ എഴുതുക. ഓഡ് നമ്പർ വരുന്ന സ്ഥലത്ത് p- ആ ഓഡ് നമ്പർ എന്ന് എഴുതുക. ഓക്കെ, ഞാൻ ഒന്നും കൂടെ പറയാം. ഇപ്പം നമ്മുടെ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ 1 എന്നത് എഴുതി കാണിക്കാവേ. 1, 2, 3, 4, 5, 6 ഇങ്ങനെ അങ്ങ് പോവല്ലേ. ഇതിൽ ഈവൻ നമ്പർ വരുന്ന സ്ഥലത്ത് ഈവൻ നമ്പർ 2 കോൺഗ്രുവൻറ്റ് ടു 2 എന്ന് തന്നെ എഴുതുക, 4 കോൺഗ്രുവൻറ്റ് ടു 4 എന്ന് തന്നെ എഴുതുക, 6 കോൺഗ്രുവൻറ്റ് ടു 6 എന്ന് തന്നെ എഴുതുക. ഓഡ് നമ്പർ വരുന്ന സ്ഥലത്ത് p-1 കോൺഗ്രുവൻറ്റ് ടു -1. അടുത്തത് ഓഡ് നമ്പർ വന്നാൽ 3 അല്ലേ, p-3 കോൺഗ്രുവൻറ്റ് ടു -3. അടുത്ത 5 അല്ലേ, അപ്പോൾ p-5 കോൺഗ്രുവൻറ്റ് ടു -5. ടെക്നിക്ക് മനസ്സിലായോ നിങ്ങൾക്ക്? ഈവൻ നമ്പർ വരുന്ന സ്ഥലത്ത് ഒരു മാറ്റവും വരുത്തണ്ട, അങ്ങനെ തന്നെ എഴുതുക. ഓഡ് നമ്പർ വരുന്ന സ്ഥലത്ത് ഇതേ പാറ്റേണിൽ മാറ്റം വരുത്തുക. ഓക്കെ, അങ്ങനെ നമുക്ക് എല്ലാം കിട്ടും. അങ്ങനെ നമ്മൾ എവിടം വരെ എഴുതണം? p-1/2 കോൺഗ്രുവൻസസ് മതിയല്ലോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണ്? p-1ലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ എൻഡ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നോക്ക്, 1, 2, 3, 4 അങ്ങനെ നമുക്ക് p-1/2 വരെ മതി അല്ലേ? നമുക്ക് വേണ്ടത് മൊത്തം p-1/2 കോൺഗ്രുവൻസസ് ആണ്. അപ്പോൾ റൈറ്റ് സൈഡ് കിടക്കുന്നത് ഇവിടെ നോക്കിയാലും മതി, 1, 2, 3, 4. അപ്പോൾ റൈറ്റ് സൈഡിൽ എന്ത് അവസാനിക്കണം? നമുക്ക് ലാസ്റ്റ് വേണ്ടത് p-1/2 ആയതുകൊണ്ട് p-1/2 ഇൻറ്റു ഇവിടെ നോക്ക്, 1 വരുമ്പം -1 raised to 1, 2 വന്നപ്പോൾ -1 സ്ക്വയർ, 3 വന്നപ്പോൾ -1 ക്യൂബ്, 4 വന്നപ്പോൾ -1 raised to 4. അപ്പോൾ p-1/2 വരുമ്പോൾ -1 raised to p-1/2 എന്ന് വരും. ഇനി ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത്
നമ്പർ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഈ വാല്യൂ, അതായത് p-1/2 ഈവൻ നമ്പർ ആണെങ്കിൽ ആറിൻ്റെ വാല്യൂ p-1/2 തന്നെ വരും. കാരണം ഇവിടെ 4ഉം 2ഉം ഒക്കെ വന്നപ്പോൾ ലെഫ്റ്റ് സൈഡിലും 4ഉം 2ഉം ഒക്കെ തന്നെ അല്ലേ വന്നത്. അപ്പോൾ ഈവൻ നമ്പർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ അത് തന്നെ വരും. പക്ഷെ ഓഡ് നമ്പറാണ് വരുന്നതെങ്കിൽ, ഇപ്പം ഈ p-1/2 എന്ന് പറയുന്ന ഓഡ് നമ്പർ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വരാൻ പോകുന്നത് p-1/2 എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഏതാണെന്ന് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ 6 എന്ന് ഡിനോട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിവിടെ പറയുന്നുണ്ട്, വേർ r ഈക്വൽ ടു p-1/2 ഓർ p-1/2. ഇതിലേത് പോസിബിലിറ്റി വേണമെങ്കിലും വരാം. ഡിപ്പെൻസ് ഓൺ നമ്മുടെ p-1/2 എന്നുള്ളത് ഈവൻ ആണോ ഓഡ് ആണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ വാല്യൂ വരുന്നത്. അപ്പോൾ ഇത്രയും കോൺഗ്രുവൻസ് റിലേഷൻ എഴുതുന്ന ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു, അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി അത് എഴുതുക. ഓക്കെ, ഒബ്സർവ് ദാറ്റ് ഓൾ ഇൻറ്റിജേഴ്സ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് ആർ ഈവൻ. നിങ്ങൾ നോക്കിക്കേ, ഈ 1 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്, p എന്ന് പറഞ്ഞാലും ഓഡ് നമ്പറാണ്. അപ്പോൾ p-1 എന്ന് പറഞ്ഞാൽ എന്തായി? ഈവൻ നമ്പറായി. 3 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറാണ്, p എന്ന് പറഞ്ഞാലും ഓഡ് നമ്പറാണ്. അപ്പോൾ p-3 എന്തായി? ഈവൻ നമ്പറായി. അതുപോലെ 5 എന്ന് പറഞ്ഞാൽ ഓടാണ്, p എന്ന് പറഞ്ഞാലും ഓടാണ്. അപ്പോൾ p-5 എന്തായി? അത് ഈവനായി. അപ്പം നമ്മൾ ഈ 1ഉം 3ഉം 5ഉം ഒക്കെ ഓടാണെങ്കിൽ പോലും ഈ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്താകും? ഈവൻ നമ്പർ വരും. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന എല്ലാ നമ്പേഴ്സും എന്താണ്? ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഒബ്സർവ് ദാറ്റ് ഓൾ ഇൻറ്റിജേഴ്സ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് ആർ ഈവൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാം കൂടി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ നോക്കിക്കേ, ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയേക്കുന്ന നമ്പേഴ്സിൽ ഏറ്റവും ചെറുത് ഏതാ? ലെഫ്റ്റ് സൈഡിലുള്ള മൊത്തം നമ്പേഴ്സും കൺസിഡർ ചെയ്യാൻ ഏറ്റവും ചെറുത് 2 ആണ്. അടുത്തത് ഏതാ? 4 ആണ്. അടുത്തത് 6. അങ്ങനെ പോകും. ഏറ്റവും വലുത് ഏതാ? ഏറ്റവും വലുത് p-1 ശരിയല്ലേ? അപ്പം ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നമ്പേഴ്സ് 2, 4, 6 എക്സെട്ര. കാരണം ഈവൻ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ എവിടം വരെ വരും? p-3, അത് കഴിഞ്ഞിട്ട് p-1. ഇത്രയും നമ്പേഴ്സാണ് ലെഫ്റ്റ് സൈഡിൽ കിടക്കുക. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ 2 ആണ്, ഏറ്റവും വലിയ നമ്പർ p-1 ആണ്. ഇതെല്ലാം കൂടി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡ് മൊത്തം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ കോൺഗ്രുവൻ്റ് ടു റൈറ്റ് സൈഡും എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ചെയ്യേണ്ടത് മനസ്സിലായോ? ഇത്രയും കോൺഗ്രുവൻസ് റിലേഷൻ എടുക്കുക, ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, കോൺഗ്രുവൻ്റ് ടു ഇതെല്ലാം കൂടിയും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ കിട്ടുന്നതാണ് അടുത്ത എഴുതിയേക്കുന്നത്. ഇതാ നോക്ക്, 2 × 4 × എക്സെട്ര അപ് ടു p-1 ഈസ് കോൺഗ്രുവൻ്റ് ടു. റൈറ്റ് സൈഡിൽ കിടക്കുന്നത് 1 × 2 × 3 × എക്സെട്ര അപ് ടു p-1/2 ഇൻറ്റു, ഇനി കുറേ -1ൻ്റെ ടൈം ഇല്ലേ, -1 × -1² × -1³ എക്സെട്ര -1 p-1/2. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, കോൺഗ്രുവൻ്റ് ടു റൈറ്റ് സൈഡിലുള്ള എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, മോഡ് p അങ്ങനെ തന്നെ. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാം ഈവൻ നമ്പേഴ്സ് അല്ലേ, അപ്പോൾ അതിനകത്ത് എല്ലാത്തിനകത്തും 2 ഉണ്ടല്ലോ. അപ്പോൾ എത്ര 2 നമ്മൾ ഔട്ട് സൈഡ് എടുക്കും? എല്ലാത്തിൽ നിന്നും നമ്മൾ 2 ഔട്ട് സൈഡ് എടുത്താൽ നോക്ക്, 2ൽ നിന്ന് 2 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ പിന്നെ 1, 2ൻ്റെ അകത്തുനിന്ന് 4ൻ്റെ അകത്തുനിന്ന് 2 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ പിന്നെ ഉള്ളത് 2. അതുപോലെ p-1ൻ്റെ അകത്തുനിന്ന് 2 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് p-1/2. അപ്പോൾ മൊത്തം എത്ര 2കൾ കിട്ടും? p-1/2 2കൾ നമുക്ക് കിട്ടും. സോ 2 raised to p-1/2 ഇൻറ്റു ബാക്കിയുള്ളത് 1 × 2 × എക്സെട്ര അപ് ടു p-1/2 കോൺഗ്രുവൻ്റ് ടു. നമ്മൾ ആ -1ൻ്റെ കുറേ പ്രോഡക്റ്റുകളുണ്ട് അല്ലേ. അപ്പം -1 × -1² എക്സെട്ര -1 raised to p-1/2 വരെയുള്ള ടൈംസ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടെ നമുക്ക് -1 raised to പവേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ പോരെ. 1 + 2 + 3 എക്സെട്ര p-1/2 വരെ നമുക്ക് ആഡ് ചെയ്യുക. അതാണ് അടുത്ത സ്റ്റെപ്പിൽ കാണിച്ചേക്കുന്നത്. ഇതാ നോക്ക്, -1 raised to 1 + 2 എക്സെട്ര p-1/2 ഇൻറ്റു ബാക്കിയുള്ള ടൈംസ് അങ്ങനെ തന്നെ എഴുതിയേക്കുവാണ്. ഇനി ലെഫ്റ്റ് സൈഡിൽ ഈ പ്രോഡക്റ്റ് എന്താണ്? ഇത് p-1/2 ഫാക്ടോറിയലാണ്. റൈറ്റ് സൈഡിലും നമുക്ക് ഇതാ അതേ പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ p-1/2 ഫാക്ടോറിയൽ, പിന്നെ -1 raised to ഇതിൻ്റെ വാല്യൂ എന്താണ്? 1 + 2 എക്സെട്ര p-1/2ൻ്റെ വാല്യൂ നമുക്കറിയാം. 1 + 2 എക്സെട്ര n-ൻ്റെ ഫോർമുല നമുക്കറിയാമല്ലോ. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് p² - 1/8 എന്നാണ് കിട്ടുക. നിങ്ങളത് എഴുതി നോക്കിയാൽ മതി. p² - 1/8. അപ്പോൾ n-ൻ്റെ സ്ഥാനത്ത് എന്താ വരുന്നത്? p-1/2 വരെ വരുമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടാൻ പോവുക ഇങ്ങനെ കിട്ടും. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന റിലേഷൻ ഇങ്ങനെയാണ് കിട്ടുക.
അപ്പോൾ ഇവിടെ p-1/2 ഫാക്ടോറിയലും p-1/2 ഫാക്ടോറിയലും കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി 2p-1/2 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1/p² mod p എന്ന് കിട്ടും. ഇതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതാ നോക്ക്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതായിരുന്നു ഈ സൈഡിൽ. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് എത്തിയിട്ടില്ല. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ദിസ് ഈസ് ഈക്വൽ ടു -1/p² എന്നായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കതിൻ്റെ ബാലൻസും കൂടെ നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് റൈറ്റ് സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഓൾറെഡി നമ്മളൊരു തിയറത്തിൽ പ്രൂവ് ചെയ്തത് എന്താണ്? n/p ഈസ് കോൺഗ്രുവൻറ്റ് ടു n⁻p-1/2. അപ്പോൾ ഇവിടെ എൻ്റെ സ്ഥാനത്ത് 2 അല്ലേ, അപ്പോൾ 2/p ഈസ് കോൺഗ്രുവൻറ്റ് ടു 2p-1/2. ഇനി നമ്മൾ ഇവിടെ എന്താ പ്രൂവ് ചെയ്തത്? 2p-1/2 ഈസ് കോൺഗ്രുവൻറ്റ് ടു ഇങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആണ്. ഓൾറെഡി നമുക്ക് ആ ടിക്കിട്ട ഇക്വേഷൻ നമുക്കുണ്ടല്ലോ. അപ്പം ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? 2/p ഈസ് കോൺഗ്രുവൻറ്റ് ടു -1/p² mod p എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ വാല്യൂ നമുക്ക് ഒരു പാർട്ടും കൂടി ഇവിടെ പ്രൂവ് ചെയ്യാനുണ്ട്. ഇതാ നോക്ക്, ഇതിൻ്റെ വാല്യൂ എപ്പോഴാണ് +1 ആവുക, എപ്പോഴാണ് -1 ആവുക. ഇപ്പം നമുക്ക് ഈ ഒരു പാർട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഇതിനോട് ഇത് ഈക്വൽ ആണ്, എപ്പോഴാണ് ഈ വാല്യൂ വരിക, എപ്പോഴാണ് ഈ വാല്യൂ വരിക എന്നുള്ളതും കൂടി നമുക്കിനി പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി 2/p ഈസ് കോൺഗ്രുവൻറ്റ് ടു ഇങ്ങനെ നമുക്ക് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു +or-1 if +or-1 ആണ് അത് എപ്പോഴും. ഇനി അത് +1 ആകുന്ന എപ്പോഴാണ്? +1 ആവുക -1/p² -1/8. ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. വിച്ച് ഈസ് ഈക്വൽ ടു -1/even. അപ്പോൾ എന്താണ് കിട്ടുക? ഇത് +1 ആയിട്ട് മാറും. അപ്പോൾ -1/p² -1/8 ഈക്വൽ ടു -1 ഒരു ഈവൻ നമ്പർ ആകുമ്പോഴാണ് ഇത് +1. അതായത് നമ്മുടെ പവർ ഈവൻ നമ്പർ ആവണം. സോ p² -1/8 ഈവൻ നമ്പർ ആവുക എന്ന് പറഞ്ഞാൽ അതൊരു 2n ഫോമിൽ നമുക്ക് കിട്ടണം. സോ p² -1 എന്ന് പറയുന്നത് 16n ഫോമിൽ നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പ് നോക്കാം. എന്താ ഇവിടെ എഴുതിയിട്ടുണ്ട്, p² -1 ഈക്വൽ ടു 16 × n ഫോമിൽ. ഇനി p² -1 എന്ന് പറഞ്ഞാൽ p+1 × p-1 വിച്ച് ഇസ് ഈക്വൽ ടു 16n ആണ്. ഈ 16 എന്ന് പറഞ്ഞാൽ 8 × 2 അല്ലേ, അപ്പോൾ നമുക്കതിനെ 8 × 2n എന്ന് നമുക്ക് എഴുതാം. ഇപ്പം നമുക്ക് എന്താ കിട്ടിയേക്കുന്ന സ്റ്റെപ്പ്? ഇവിടെ നോക്ക്, p+1 ഈക്വൽ ടു 8 × 2n എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം? p ഈസ് കോൺഗ്രുവൻറ്റ് ടു +or-1 mod 8. കാരണം നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് മൾട്ടിപ്പിൾ ഓഫ് 8 എന്നാണ്. p+1 × p-1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് അല്ലേ. അതിൻ്റെ അർത്ഥം p ഈസ് കോൺഗ്രുവൻറ്റ് ടു +or-1 mod 8 എന്നാണ് അതിൻ്റെ മീനിങ്. കാരണം ഈ +1 അങ്ങോട്ട് പോകുമ്പം -1 ആവും, ഈ -1 അങ്ങോട്ട് പോകുമ്പം +1 ആവും. ഓക്കെ, നമ്മുടെ കോൺഗ്രുവൻസ് റിലേഷൻ വെച്ച് എഴുതുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? p+1 × p-1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് പറഞ്ഞാൽ കോൺഗ്രുവൻറ്റ് ടു 0 mod 8. ഇനി നമ്മൾ ഈ സാധനങ്ങൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ p ഈസ് കോൺഗ്രുവൻറ്റ് +or-1 mod 8 എന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു പാർട്ട് കിട്ടി. അതായത് നമുക്ക് ഈ പാർട്ട് പ്രൂവ് ചെയ്യേണ്ടത് +1 if p ഈസ് കോൺഗ്രുവൻറ്റ് +or-1 mod 8 എന്നുള്ള ഭാഗം നമുക്ക് കിട്ടി. ഇനി എപ്പോഴാണ് -1 ആവുക എന്ന് നമുക്ക് നോക്കാം. -1 ആകുന്ന എപ്പോഴാണ്? നമ്മുടെ -1/8 ഈക്വൽ ടു -1 ആകുന്നത് ഈ പവർ ഓഡ് നമ്പർ ആകുമ്പോൾ. അതായത് p² -1/8 എന്നുള്ളത് ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ അത് ഏത് ഫോമിൽ കിടക്കണം? 2n+1 ഫോമിൽ കിടക്കണം. അതായത് p² -1 ഈക്വൽ ടു നമ്മൾ 8 റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പം 16n +8 എന്നുള്ള ഫോമിൽ വരണം, വേണ്ടേ? അതായത് ഞാനിവിടെ എഴുതിയേക്കുന്നത് കാണിക്കാവേ. ഇതാ നമ്മുടെ p² -1 ഇവിടെ എഴുതിയിട്ടുണ്ട്. p² -1 ഈക്വൽ ടു 8 × 2n+1 ഫോമിൽ വരണം. അതായത് 8 × 2n + 8 ഫോമിൽ വരണം. ഇനി ഈ 8ഉം കൂടി ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുവാണേ. അപ്പോൾ എന്താ കിട്ടുക? 8ഉം കൂടി ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുമ്പോൾ കിട്ടുക
പി സ്ക്വയർ മൈനസ് 1 മൈനസ് 8 ഈക്വൽ ടു 8 ഇൻറ്റു 2n. അതായത് പി സ്ക്വയർ മൈനസ് 9 ഈക്വൽ ടു 8 ഇൻറ്റു 2n. ഈ പി സ്ക്വയർ മൈനസ് 9നെ എങ്ങനെ എഴുതാം? പി പ്ലസ് 3 ഇൻറ്റു പി മൈനസ് 3 എന്ന് എഴുതിക്കൂടെ? വിച്ച് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 2n എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 എന്നല്ല അതിൻ്റെ മീനിങ്. അതായത് പി നേരത്തെ നമ്മൾ ആ പ്ലസ് ഓർ മൈനസ് 1 എഴുതിയതിന് വരെ ഇവിടെ എന്ത് കിട്ടും? ഇനി നമുക്ക് കിട്ടാൻ പോവുക പി പ്ലസ് 3 ഇൻറ്റു പി മൈനസ് 3 ഈസ് കോൺഗ്രുവൻ്റ് ടു 0 മോഡ് 8 എന്നാണ് കിട്ടുക. ഇതിൻ്റെ മീനിങ് പി ഈസ് കോൺഗ്രുവൻ്റ് ടു പ്ലസ് ഓർ മൈനസ് 3 മോഡ് 8. ഓക്കെ, അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് -1 വരുന്ന കേസ്. ഇതാ ഇവിടെ നോക്കൂ, -1 വരുന്ന എപ്പോഴാണ്? -1 ഈഫ് പി പ്ലസ് ഓർ മൈനസ് പി ഈസ് കോൺഗ്രുവൻ്റ് ടു പ്ലസ് ഓർ മൈനസ് 3 മോഡ് 8. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഈ P-1/2 കോൺഗ്രുവൻസസ് റിലേഷൻസ് കൺസ്ട്രക്ട് ചെയ്യണം. ഇത് കൺസ്ട്രക്റ്റീവ് പ്രൂഫാണ്. ഇത് പെട്ടെന്ന് ഇത് എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കും. അങ്ങനെയുള്ള പ്രൂഫുകളെയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് പ്രൂഫ് എന്ന് പറയുക. ഗിവൺ കണ്ടീഷൻസിൽ നിന്ന് നമ്മൾ ഇവോൾവ് ചെയ്തെടുക്കുന്നതല്ല. നമ്മളൊരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രൂഫിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് പ്രൂഫ് എന്ന് പറയുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ P-1/2 കോൺഗ്രുവൻസസ് ക്ലാസ്സസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുത്തു. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമുക്ക് വേണ്ട കാര്യം പ്രൂവ് ചെയ്തത്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് പ്രൂഫുകളെ വിളിക്കുന്ന പേരാണ് കൺസ്ട്രക്റ്റീവ് പ്രൂഫ്. നമ്മുടെ ഡയറക്റ്റ് പ്രൂഫ് ഉണ്ട്, കോൺട്രഡിക്ഷൻ മെത്തേഡ് ഉണ്ട്, ഇൻഡക്ഷൻ മെത്തേഡ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് പ്രൂഫുകളുണ്ട്. ഈ ടൈപ്പ് ഓഫ് പ്രൂഫുകളെ വിളിക്കുന്ന പേരാണ് കൺസ്ട്രക്റ്റീവ് പ്രൂഫ്. കാരണം നമ്മൾ ഇല്ലാതിരുന്നൊരു സാധനം അല്ലെങ്കിൽ ഗിവൺ കണ്ടീഷൻസ് ഒന്നും ഉപയോഗിച്ചല്ലാതെ ഒരു പർട്ടിക്കുലർ സാധനം നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുക ചെയ്തത്, എന്നിട്ട് അത് ഉപയോഗിച്ചാണ് പ്രൂവ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.